ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും ക്രിസ്തയേശുവിൽ സ്നേഹവന്ദനം. നോയമ്പ് ഒരു വീണ്ടെടുപ്പിൻ്റെ സമയം. ലെൻറ്റ് എ ടൈം ഓഫ് റിഡംഷൻ. ധ്യാനവചനമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 6 അതിൻ്റെ 4-ാമത്തെ വാക്യം. യഹോവേ, തിരിഞ്ഞ് എൻ്റെ പ്രാണനെ വിടുവിക്കണമേ, നിൻ്റെ കാരുണ്യ നിമിത്തം എന്നെ രക്ഷിക്കണമേ. ട്യൂട്ടോണിക് പദമായ ലെൻസ് എന്ന പദത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ് ലെൻറ്റ് എന്ന വാക്ക്. ഇതിൻ്റെ അർത്ഥം വസന്തം എന്നാണ്. 4-ാം നൂറ്റാണ്ട് മുതലാണ് നോമ്പാചരണം ഈ നിലയിൽ ആരംഭിക്കുന്നത്. കത്തോലിക്ക സഭകൾ 40, നവീകരണ സഭകൾ 40. ഇന്ദ്രിയ നിയന്ത്രണങ്ങൾ ഉള്ള ഒരു സമയമാണ്. യേശുക്രിസ്തു മനുഷ്യവർഗത്തിന് ക്രൂശിലൂടെ നൽകിയ വീണ്ടെടുപ്പാണ് ഇവിടെ പ്രധാനമായും അനുസ്മരിക്കപ്പെടുന്നത്. അനുരഞ്ജനത്തിൻ്റെയും അനുതാപത്തിൻ്റെയും സമയമാണിത്. യഹൂദ ചിന്തകളിൽ ഉപവാസം, അനുതാപം, രട്ടിലും വെണ്ണീരിലും ഇരിക്കുക, ദാനധർമ്മങ്ങൾ നടത്തുക എന്നുള്ളതാണ്. യേശുക്രിസ്തുവിലൂടെ മനുഷ്യവർഗത്തെ വീണ്ടെടുത്ത ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഓർക്കാൻ ഈ സമയം പരമാർത്ഥ ഹൃദയത്തോടെ നമുക്ക് ഉപയോഗിക്കാം. രക്ഷയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വീണ്ടെടുപ്പ് എന്ന ചിന്ത ബൈബിളിലെ ഒരു പ്രധാന വിഷയമാണ്. പഴയ നിയമ എബ്രായ ഭാഷയിൽ പാദ, ഗ, അൽ എന്നീ വാക്കുകളാണ് വീണ്ടെടുപ്പിനെ കുറിക്കുന്നത്. ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരനായ യഹോവയെക്കുറിച്ച് പല സ്ഥലങ്ങളിലും പ്രതിപാദിച്ചിട്ടുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41:14, 43-ാം അധ്യായം 14-ാമത്തെ വാക്യം. മറുവില കൊടുത്ത് മോചിപ്പിക്കുക അഥവാ വീണ്ടുകൊള്ളുക എന്നീ പ്രയോഗങ്ങളും ഈ വീണ്ടെടുപ്പിന് ഉണ്ട്. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 13-ാമത്തെ വാക്യം, 34-ാം അധ്യായം 20-ാമത്തെ വാക്യം. പൗരാണിക ഇസ്രായേലിൽ മതിയായ വില കൊടുത്ത് വസ്തുക്കളും ജീവനും വീണ്ടെടുക്കാമായിരുന്നു. മിസ്രയീമിലെ കടിഞ്ഞൂൽ സംഹാരത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളിലെ ആദ്യജാതന്മാർ യഹോവയ്ക്കുള്ളവരായിരുന്നു. അതുകൊണ്ട് അന്യജാതന്മാരെ പണം കൊടുത്ത് വീണ്ടുകൊള്ളേണ്ടതിന് ന്യായപ്രമാണം അനുസരിച്ച് സ്വയം അടിമയായി വിൽക്കപ്പെട്ടാലും ഒരുവൻ്റെ അവകാശം നഷ്ടപ്പെട്ടാലും വീണ്ടെടുപ്പ് വില നൽകാൻ സന്നദ്ധനായി വരുന്ന ചാർച്ചക്കാരന് അവനെയും അവൻ്റെ അവകാശത്തെയും വീണ്ടെടുക്കാം. ലേവ്യ പുസ്തകം 25-ാം അധ്യായം 25 മുതൽ 27 വരെ, 27-ാം അധ്യായം 27-ാം വാക്യം, രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേലിനെ മിസ്രയീമിൽ നിന്ന് മോചിപ്പിച്ചത് അവരുടെ ഒരു വീണ്ടെടുപ്പാണ്. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം 6-ാമത്തെ വാക്യം. അങ്ങനെ യഹോവ ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരനായി. സങ്കീർത്തനം 78 35-ാമത്തെ വാക്യം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43 3-ാം വാക്യം, ഇയ്യോബ് 19 25. മനുഷ്യൻ്റെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയതാണ് എന്ന് സങ്കീർത്തനം 49 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. റോമർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 26-ാമത്തെ വാക്യം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 20-ാമത്തെ വാക്യം. ഒരു വീണ്ടെടുപ്പിൻ്റെ സമയത്തെ അനുസ്മരിച്ചുകൊണ്ട് ലൗകിക സുഖങ്ങളെല്ലാം ത്യജിച്ചുകൊണ്ട് ശരീരത്തെയും ജീവിതത്തെയും ലൗകിക സുഖങ്ങളിൽ നിന്നും മനസ്സിനെയും ഹൃദയത്തെയും സ്വതന്ത്രമാക്കി ദൈവത്തോട് ഏകാഗ്രമാക്കുന്നതാണ് ഈ നോമ്പിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഇന്നത്തെ വേദഭാഗങ്ങളിലൂടെ 3 ചിന്തകൾ പങ്കുവയ്ക്കാമെന്ന് ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, സമഗ്രമായ ഒരു വീണ്ടെടുപ്പ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 1 മുതൽ 14 വരെ. പാപത്തിൽ നിന്നും എല്ലാത്തരം ബന്ധനങ്ങളിൽ നിന്നും വീണ്ടെടുക്കുന്നവനാണ് ദൈവം. പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യം. പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ടു എന്ന് വിശുദ്ധ പൗലോസ് പറയുന്നു. റോമർ 6-ാം അധ്യായം 17-ാമത്തെ വാക്യം, 7-ാം അധ്യായം 14-ാമത്തെ വാക്യം. ക്രൂശിലൂടെ യേശു വാഗ്ദാനം ചെയ്തത് സമഗ്രമായ ഒരു വീണ്ടെടുപ്പാണ്. എല്ലാ തരത്തിലെ ബന്ധനങ്ങൾക്ക് മോചനവും വീണ്ടെടുപ്പും ആവശ്യമാണ്. ബന്ധനങ്ങളിൽ നിന്നുള്ള വിമോചനത്തിനായി
പ്രവർത്തിക്കുന്നതാണ് യഥാർത്ഥ നോയമ്പ്. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിൻ്റെ അടിമക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58 അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്തുകൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതെ ജീവിക്കുന്നതും അല്ലയോ? അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും, നിന്റെ മുറിവുകൾക്ക് പൊറുതി വരും, നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും, യഹോവയുടെ മഹത്വം നിന്റെ പിമ്പടയായിരിക്കും. അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരമരുളും, നീ നിലവിളിക്കും, ഞാൻ വരുന്നു എന്ന് അവൻ അരുളി ചെയ്യും. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്ന ഇഷ്ടമുള്ള ഉപവാസം. അല്ലാതെ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി തലയെ വേഴത്തെ പോലെ കുനിക്കുന്നതും രട്ടും വെണ്ണീരിലും വിരിച്ച് കിടക്കുന്നതുമല്ല. ഇതിനാണോ നോയമ്പെന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും പറയുന്നത് എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58 അധ്യായം 5 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തമായി പഠിപ്പിക്കുന്നു. വ്യക്തിപരവും ആത്മീയവും മാനസികവും സാമൂഹികവുമായ എല്ലാ ബന്ധനങ്ങൾക്കും വീണ്ടെടുപ്പുണ്ടാകണം. അതാണ് ദൈവ ഇഷ്ടമുള്ള സമഗ്രമായ വീണ്ടെടുപ്പ്. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് വീണ്ടെടുപ്പ് യേശുവിലൂടെയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5 അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഇത് വീണ്ടെടുപ്പിന് ആവശ്യമായ ഒരു ഘടകമാണ്. യേശു ക്രിസ്തുവിലൂടെ ലഭിച്ചിരിക്കുന്ന വീണ്ടെടുപ്പിൽ നാം വിശ്വസിക്കണം. ഇസ്രായേൽ മക്കളുടെ നിലവിളിയുടെ മധ്യത്തിലുള്ള ഒരു ഉൾപ്രേരണ എന്ന് പറയുന്നത് ഈ മുറിവിൽ നിന്നും, ഈ ചതവിൽ നിന്നും, ഈ അടിമനുഖത്തിൽ നിന്നും ഞങ്ങളെ വീണ്ടെടുക്കുവാൻ ഒരു രക്ഷകൻ ഉണ്ടായിരുന്നെങ്കിലോ ഞങ്ങൾ രക്ഷപ്പെടുമായിരുന്നു, ഞങ്ങൾ വീണ്ടെടുക്കപ്പെടുമായിരുന്നു, ഈ വലിയ അടിമത്വത്തിൽ നിന്നും ഞങ്ങൾ സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുമായിരുന്നുവെന്ന് അവർ ഹൃദയം കൊണ്ട് ഉള്ളുലഞ്ഞ് ചിന്തിച്ച അവസരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോലുട്രിയോസ് എന്ന ഗ്രീക്ക് പദമാണ് പുതിയ നിയമത്തിൽ വീണ്ടെടുപ്പിനെ കുറിക്കുന്നത്. പുതിയ നിയമത്തിൽ ഈ വാക്ക് 10 സ്ഥലങ്ങളിലുണ്ട്. വില കൊടുത്ത് അടിമയെ വാങ്ങി മോചിപ്പിക്കുക എന്ന അർത്ഥമാണ് ഇതിനുള്ളത്. ഈ വിലയാണ് പ്രായശ്ചിത്തമായി ക്രിസ്തു നമുക്ക് വേണ്ടി നൽകിയത്. എഫേസ്യ ലേഖനം 1 അധ്യായം 7 വാക്യം, റോമർക്ക് എഴുതിയ ലേഖനം 3 അധ്യായം 24 വാക്യം. തൻ്റെ രക്തം വിലയായി നൽകി നമ്മെ വിലയ്ക്ക് വാങ്ങി. 1 കൊരിന്ത്യർ 6 അധ്യായം 19 വാക്യം, 7 അധ്യായം 22 വാക്യം. നമ്മുടെ ശാപം യേശു ഏറ്റെടുത്ത് നമുക്ക് അനുഗ്രഹം നൽകി. ഈ വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിൽ ജീവിക്കുവാൻ നമുക്ക് മനസ്സുണ്ടാകണം. 38 വർഷക്കാലം ബെഥസ്ദാ കുളത്തിൽ കിടന്ന രോഗി പ്രതീക്ഷയോടുകൂടെ അവൻ മുന്നേറുകയാണ്. എന്നെ ഈ അവസ്ഥയിൽ നിന്നും വീണ്ടെടുക്കുവാൻ ഒരു വീണ്ടെടുപ്പുകാരൻ ഉണ്ടാകും. ഈ ഒരു പ്രതീക്ഷയോടുകൂടെയാണ് അവൻ ജീവിതത്തിൻ്റെ ഓരോ ചുവടുകളും മുന്നോട്ട് വയ്ക്കുവാൻ ഇടയായത്. എങ്കിലും വീണ്ടെടുക്കുന്ന ഇടമായ ആ കുളത്തിലേക്ക് അവൻ എത്തിച്ചേരുവാൻ കഴിഞ്ഞില്ല എങ്കിലും അവൻ പ്രതീക്ഷ കൈവിടാതെ ഓരോ ദിവസവും മുന്നേറുകയാണ്. എൻ്റെ ഈ അവസ്ഥയിൽ എന്നെ വീണ്ടെടുക്കുവാൻ ഒരു രക്ഷകൻ വരും, എന്നെ വീണ്ടെടുക്കും. അവൻ ഈ കുളക്കരയിൽ നിന്ന് എന്നെ ഒരു പ്രതീക്ഷയുടെ ജീവിതത്തിലേക്ക് എന്നെ കൈപിടിച്ച് ഉയർത്തും. പലപ്പോഴും ദുരന്തങ്ങളുടെ മധ്യത്തിലും ദുരിതങ്ങളുടെ മധ്യത്തിലും ആശകളും ആഗ്രഹങ്ങളും നഷ്ടപ്പെട്ടു പോകുന്ന നിമിഷങ്ങളിലാണ്, പ്രതീക്ഷകൾ അസ്തമിക്കുന്ന നിമിഷങ്ങളിലാണ്, ബന്ധങ്ങളൊക്കെയും കൈവിടപ്പെടുമ്പോഴാണ് നാം ചിന്തിക്കുന്നത് നമുക്കൊരു രക്ഷകൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പ്രതീക്ഷയറ്റ ഇടത്തു നിന്ന് ഒരു പുതുജീവൻ ഏകുന്ന ഒരു ജീവിതം ലഭിക്കുമായിരുന്നുവെന്ന് ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലാണ്. ഇവിടെ നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന വാക്ക് തന്നെ അവൻ്റെ ജീവിതത്തെ വീണ്ടെടുപ്പിൻ്റെ ആഴങ്ങളിലേക്ക് നയിക്കുകയാണ്. രോഗികളായിരിക്കുന്നവരോടും യേശു ചോദിക്കാറുണ്ട്, നിനക്ക് മനസ്സുണ്ടോ സൗഖ്യമാകാൻ? നമ്മുടെ മനസ്സും യേശുവിൻ്റെ മനസ്സും ഒന്നായി ചേരുന്ന നിമിഷമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു വീണ്ടെടുപ്പുണ്ടാകുന്നത്. നമ്മുടെ അന്ധകാര നിമിഷങ്ങളിൽ, പാപാന്ധകാര നിമിഷങ്ങളിൽ, രോഗബന്ധനത്തിൽ, കൈപ്പേറിയ ജീവിത നിമിഷങ്ങളിൽ നമുക്കൊരു വീണ്ടെടുപ്പുണ്ടാകുന്നത് നമ്മുടെ മനസ്സും ഹൃദയവും ദൈവത്തിൻ്റെ മനസ്സും ഒന്നു ചേരുമ്പോഴാണ്. ഒരു മനുഷ്യൻ്റെ ജീവിത അവസ്ഥയിൽ ഒരു വലിയ വീണ്ടെടുപ്പ് സംഭവിക്കുന്നത്. 38 വർഷക്കാലം
വീണ്ടെടുപ്പില്ലാതെ വീണ്ടെടുപ്പ് നഷ്ടപ്പെട്ട് ജീവിതത്തിൻ്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് ഇനിയൊരു വീണ്ടെടുപ്പ് ഉണ്ടാകുമോ എന്ന് പോലും ചിന്തിക്കുന്ന സ്ഥാനത്ത് വീണ്ടെടുക്കുന്ന ഒരു രക്ഷകൻ അവിടെ കടന്നു വരികയും ആ രക്ഷകൻ്റെ കൈപിടിച്ച് എഴുന്നേൽക്കുകയും ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രതീക്ഷയോടെ കാൽച്ചുവടുകൾ ചലിപ്പിക്കുന്ന ആ മനുഷ്യൻ ഇന്ന് വീണ്ടെടുപ്പിൻ്റെ ഒരു ശുഭ സൂചനയാണ്. ഈ വീണ്ടെടുപ്പാണ് നമുക്ക് കാൽവരി ക്രൂശിലൂടെ യേശു നൽകിയിരിക്കുന്നത്. വീണ്ടെടുപ്പ് ഈ ലോകത്തിലൂടെ ഒന്നും സംഭവിക്കുന്ന കാര്യമല്ല, ക്രിസ്തുവിലൂടെ ഒരു ദൈവ പൈതലിന് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതിന് നാം പ്രാർത്ഥനയോടെ ജീവിതത്തിൽ ഒരുങ്ങേണ്ടതേറെ ആവശ്യമാണ്. മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്, വീണ്ടെടുക്കുവാൻ വേണ്ടി കർത്താവ് നമ്മെ വീണ്ടെടുത്തു. റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 13 വരെ. വീണ്ടെടുപ്പ് വില നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്ത മരണമാണ്. ക്രിസ്തുവിൻ്റെ രക്തമാണ് വീണ്ടെടുപ്പ് വില. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വാക്യം. അവൻ്റെ കൃപയാൽ ക്രിസ്തു യേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 24-ാമത്തെ വാക്യം. തൻ്റെ രക്തം വിലയായി നൽകി ക്രിസ്തു നമ്മെ വാങ്ങി. ഇതിനെ വിലയ്ക്ക് വാങ്ങി എന്നും പറഞ്ഞിട്ടുണ്ട്. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 9-ാമത്തെ വാക്യം, 7-ാം അധ്യായം 22-ാമത്തെ വാക്യം. നമ്മുടെ ശാപം വഹിച്ചു നമ്മുടെ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ക്രിസ്തു നമ്മെ വീണ്ടെടുത്തു. നമ്മെ വീണ്ടെടുക്കുന്നതിന് ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യത്തിൽ രേഖപ്പെടുത്തുന്നു. വീണ്ടെടുക്കപ്പെട്ടവർ ദൈവത്തിൻ്റെ വകയാണ്. അവർ ആത്മാവിലും ശരീരത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തണം. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 20-ാമത്തെ വാക്യം. ഇത്രയും വലിയ വില കൊടുത്ത് വീണ്ടെടുത്തിരിക്കയാൽ വിശ്വാസികൾ വീണ്ടും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത് എന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് എന്ന് ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു. അരിമനാഥനായ യേശു കർത്താവ് കാൽവരി ക്രൂശിലൂടെ നമുക്ക് നൽകിയ വീണ്ടെടുപ്പിനനുസരിച്ച് നാം വിശുദ്ധിയോടെ ജീവിക്കേണ്ടതാണ്. അല്ല എങ്കിൽ ന്യായവിധി നമുക്കുണ്ടാകും. റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് അനുഭവിച്ച വീണ്ടെടുപ്പിനനുസരിച്ച് ജീവിക്കാനും മറ്റുള്ളവരെയും ഈ വീണ്ടെടുപ്പിലേക്ക് കൊണ്ടുവരാനും ദൈവ വചനം ആഹ്വാനം നൽകുകയാണ്. റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഇന്നത്തെ വേദഭാഗങ്ങൾ നമുക്ക് നൽകുന്നത് നമ്മെ വീണ്ടെടുക്കുവാൻ ഒരു പരമപിതാവായ ദൈവമുണ്ട്. പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും വീണ്ടെടുത്ത് കാൽവരി ക്രൂശിൻ്റെ നിണത്താൽ കഴുകി ശുദ്ധീകരിച്ച് ഒരു വീണ്ടെടുപ്പിലേക്ക് നമ്മെ നയിക്കുകയാണ്. ഈ വീണ്ടെടുപ്പ് ഒരു മനുഷ്യൻ്റെ ഈ ലൗകിക സുഖങ്ങളിലേക്ക് മാത്രം ലയിച്ചു ചേരുന്ന ഒന്നല്ല. ആ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് നിത്യതയിലേക്ക് നയിക്കുന്ന വീണ്ടെടുപ്പാണ്. വീണ്ടെടുത്തിരിക്കുന്ന ദൈവമക്കൾ പ്രതീക്ഷ വെക്കേണ്ടത് നിത്യതയിലേക്കാണ്. പൗലോസ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു, ഞാൻ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ ഇനി നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല, നിങ്ങൾ എനിക്കുള്ളവരാണ്. ഈ നോയമ്പ് കാലം എന്ന് പറയുന്നത് യേശുക്രിസ്തു മനുഷ്യവർഗത്തിന് ക്രൂശിലൂടെ നൽകിയ വീണ്ടെടുപ്പാണ്. ഈ വീണ്ടെടുപ്പ് അനുരഞ്ജനത്തിൻ്റെയും അനുതാപത്തിൻ്റെയും സമയമാണ്. രൂപാന്തരത്തിൻ്റെ സമയമാണ്. എൻ്റെ വ്യക്തിപരമായ വീണ്ടെടുപ്പിൻ്റെ സമയമാണ്. എൻ്റെ കുടുംബത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ സമയമാണ്. എൻ്റെ രോഗത്തിൻ്റെ, എൻ്റെ ശാപത്തിൻ്റെ, എൻ്റെ പാപത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ സമയമാണെന്ന് ചിന്തിച്ചുകൊണ്ട് അതിന് ഇഹലോകപരമായിട്ടുള്ള വേർപാട് സ്വീകരിച്ചുകൊണ്ട് പൂർണ്ണമായി കർത്താവിൻ്റെ കരങ്ങൾ സമർപ്പിച്ചു കൊടുക്കാം. സർവശക്തനായ ദൈവം അതിലേക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ ഒരുക്കട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി നന്ദിയോടെ സ്തോത്രം. കാൽവരി ക്രൂശിലൂടെയുള്ള സ്നേഹം ചൊരിഞ്ഞ് ഞങ്ങളെ വീണ്ടെടുക്കുന്നതായി തീരുവാൻ സഹായിക്കണമേ. എൻ്റെ ശാപത്തിൽ നിന്നും പാപത്തിൽ നിന്നും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങൾ വീണ്ടെടുക്കുന്ന ഒരു ദിവസമാകട്ടെ അപ്പ. അങ്ങനെ അങ്ങയോട് ചേർന്ന് ജീവിപ്പാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണമേ. ഈ നോയമ്പ് കാലഘട്ടങ്ങൾ ഈ ലോകത്തിലെ സകല തിന്മകളും വെറുത്തുകൊണ്ട് കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം അന്ത്യം വരെയും ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അനുരഞ്ജനത്തിൻ്റെയും അനുതാപത്തിൻ്റെയും നാളുകളായി വേർതിരിക്കുമ്പോൾ കർത്താവിനോട് നിരപ്പാകുന്ന, ഞങ്ങളുടെ സഹബന്ധങ്ങളോട് നിരപ്പാകുന്ന നാളുകളായിരിക്കാൻ, ഞങ്ങളുടെ കുറവുകളെ ഓർത്ത് അനുദപിച്ച് ക്രൂശിനോളം പറ്റിച്ചേരുവാൻ കർത്താവ് ഞങ്ങളെ വീണ്ടെടുപ്പാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം ഒരു വീണ്ടെടുപ്പ് യഥാർത്ഥമായി ഞങ്ങളിൽ സംഭവിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. തിരുകൃപയിൽ മറച്ചുകൊള്ളും ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. യേശു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണം ദൈവമുള്ള പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.